ഇന്ന മതം എന്നില്ല, എന്ന ജാതി എന്നില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുടിക്കുന്ന മനസ്സ്, മനുഷ്യത്വത്തിൻ്റെ മനസ്സ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യർ എന്ന ഒറ്റ പരിഗണന. മനുഷ്യരൊക്കെ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അതാണ് ഇന്ത്യ. മൈത്രിയാണ്, സ്നേഹമാണ്, സഹാനുഭൂതിയാണ്. എല്ലാവരെയും അംഗീകരിക്കുക. ആരോടും വിരോധമില്ല, വർഗീയതല്ല. അതാണ് ദീർഘായുസ് കൂടാനുള്ള അടുത്ത പണി. എന്താണ് ദീർഘായുസ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി? മനസ്സിലാരോടും വെറുപ്പില്ലാതിരിക്കുക. അസൂയ, പക, കുശുമ്പ് ഇതൊക്കെ ആയിട്ട് നടക്കുന്നവർ പെട്ടെന്ന് മരിക്കുന്നതാണ്. മനസ്സ് സമാധാനപ്പെടണം. ആരെയും വെറുക്കാതിരുന്ന അതിൻ്റെ ഗുണം അവനാൻ തന്നെയാണ്. മനസ്സ് സമാധാനമായി. അതുകൊണ്ടാണ് പുണ്യ നബി പറയുമായിരുന്നു, എൻ്റെ പൊന്നുമോനെ അനസേ. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഈ ഹദീത്ത് പലയിടത്തും പറഞ്ഞിട്ട് മലയാളികൾ ഒരുപാട് കേട്ട നബിവചനമുണ്ട്. കുട്ടികളിത് കട്ട് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്പാക്കിയിട്ട് ധാരാളം പ്രചരിച്ചിരുന്നു. എൻ്റെ പൊന്നുമോനെ അനസേ, നേരം പുലരുമ്പോഴും ആരോടും വെറുപ്പില്ല, വൈകുന്നേരവും ആരോടും വെറുപ്പില്ല. നിനക്കങ്ങനെയാകാൻ കഴിയുമോ അനസേ? എങ്കിൽ അതാണ് എൻ്റെ മാർഗം. എൻ്റെ മാർഗം ജീവിപ്പിച്ചവൻ അനസേ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണ് എന്ന് ഷഫീഉൽ വറാ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൂർവികർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമ്മേളനം. ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് ഞാൻ വലിയ പ്രഭാഷണം നടത്തൂല. കാരണം മരണപ്പെട്ടവരെ ഓർക്കേണ്ട നേരമാണ്, പ്രാർത്ഥിക്കേണ്ട നേരമാണ്. ജീവിച്ചിരിക്കുന്നവരുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നേരമാണ്, അവരെ ബഹുമാനിക്കേണ്ട നേരമാണ്. വലിയ പരുക്കൻ ഇവിടെ വന്നിട്ടൊരു പരുക്കൻ പ്രസംഗം ചെയ്ത് ഒരു ആവേശപ്പെടുത്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നോട് പുച്ഛം തോന്നും. ഞാനങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നോട് പുച്ഛം തോന്നും. ഒരു കുടുംബമാണ് എന്ന് പറയാറുണ്ട്. മുസ്ലിം ലീഗ് ഒരു കുടുംബമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് പഴയ നേതാക്കളാണ്. ഇസ്മായിൽ സാഹിബാണ്, ബാഫക്കി തങ്ങളാണ്. അവരാണ് പഠിപ്പിച്ചത്. അവരുടെ ഏർപ്പാടുകളാണ്. ആ കാലം അതാണ്. അവരുടെ ബോധം ഇന്നും അതാണ്. ഇന്നും അത് നിലനിൽക്കുകയാണ്. ബാഫക്കി തങ്ങൾ ഒരു കെറ്റിൽ കൂടെ കൊണ്ടു നടന്നിരുന്നു. ഒരു കെറ്റിൽ വെള്ളം ചൂടാക്കാനാണ്. ഇന്നത്തെ സൗകര്യമൊന്നും ഇല്ലാത്ത കാലമാണ്. ഇന്നിപ്പോൾ വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിനൊക്കെ 100 ഒരു പ്ലഗ് കുത്തി കൊടുത്താൽ മതി. ഇത് എത്ര കൊല്ലം മുമ്പാണ് ബാഫക്കി തങ്ങളെ കാലം. അപ്പോൾ ഒരു കെറ്റിലുണ്ട് വെള്ളം ചൂടാക്കിയിട്ട് ചായ ഉണ്ടാക്കാനല്ല, കാലത്തെണീറ്റിട്ട് നന്ന രാവിലെ സുബഹിക്ക് മുമ്പ് ഒതുകൊടുക്കാനാണ്. അതിനാണ് ഈ കെറ്റിൽ കൊണ്ടുവരുന്നത്. കെറ്റിൽ കൂടെ തന്നെയാണ്. യാത്രയിലൊക്കെ കെറ്റിലാണ് കൂടെ. അപ്പോൾ ആ കഥയൊക്കെ ചിലർ പറയുന്നുണ്ട്. ബാഫക്കി തങ്ങൾ കൂടെ ഉള്ളവരെ എണീപ്പിച്ചതും നിസ്കാരത്തിന് മുമ്പ് ഉണർത്തിയതും